ഹലോ നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 55-60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രെങ്ത് എക്സസൈസുകളാണ്. അപ്പോൾ ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഏകദേശം നമുക്ക് മസിൽ ലോസ് ഒക്കെ സംഭവിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ട്രെങ്ത് എക്സസൈസുകൾ കൂടി നിങ്ങളുടെ ഒരു വ്യായാമത്തിന്റെ ഭാഗമാക്കി മാറ്റുക. നമ്മൾ വെറുതെ നടക്കാൻ പോയാലൊന്നും നമുക്ക് നമ്മുടെ ആ ഒരു മസിൽ ലോസ് ഒന്നും തടയാനായിട്ട് ഒരിക്കലും പറ്റില്ല. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മസിൽസിനെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആക്കി നിർത്തുവാനും നമ്മുടെ എല്ലുകളെയൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആക്കാനൊക്കെ സഹായിക്കുന്ന എക്സസൈസുകളാണ്. അപ്പം നമുക്ക് അധികം വലിച്ചിട്ടല്ല നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ചെയറോ ടീപ്പോയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ തുച്ഛമായിട്ടുള്ള എക്സസൈസുകൾ മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒരുപാട് വ്യായാമങ്ങളുണ്ട്, വെയിറ്റ് ട്രെയിനിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന എക്സസൈസുകളാണ് കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോ. ആദ്യം നമുക്ക് ലോവർ ബോഡിക്ക് വേണ്ടിയിട്ട്, ലോവർ ബോഡിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് സ്ക്വാട്ടാണ്. അപ്പോൾ സ്ക്വാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതെനിക്ക് ഞാനിപ്പോൾ ബെഡിലാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ചെയറിലോ ടീപ്പോയിലോ വേണമെങ്കിൽ ചെയ്യാം. അപ്പം നിങ്ങൾ സ്ക്വാട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതേ കണക്ക് നിന്നതിന് ശേഷം കൈ നിങ്ങൾക്ക് ഇതേപോലെ പിടിക്കാം സ്ട്രെയിറ്റ് ആയിട്ട്. അതിനുശേഷം കണ്ടില്ലേ, 1 2 3 4 5 6 7. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഒരു 15 എണ്ണം വെച്ചിട്ട് ഒരു 3 സെറ്റൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഈ ലെഗ് സ്ട്രെങ്ത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. നിങ്ങളുടെ കോർ സ്റ്റെബിലിറ്റി ഒക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും. അപ്പം ഇത് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ 15 എണ്ണം വെച്ചൊരു 3 സെറ്റ് ചെയ്യുക. നല്ല ഒരു ലോവർ ബോഡി എക്സസൈസ് ആണ് സ്ക്വാട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതൊരിക്കലും മുടക്കാതിരിക്കുക. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ചെസ്റ്റ് മസിൽ, നമ്മുടെ ഷോൾഡർ, നമ്മുടെ കൈകളുടെ മസിൽസിനെയൊക്കെ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി എക്സസൈസ് ആണ് ഇൻക്ലൈൻ പുഷപ്സ് എന്ന് പറയുന്ന എക്സസൈസ്. അപ്പം അത് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ബെഡിൽ ഇതേ കണക്ക് കൈ വെക്കാം. ഓക്കെ, ഷോൾഡർ ലെവലിൽ നിങ്ങൾ കൈ വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ബോഡി ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുവരിക. ചെസ്റ്റ് അപ്പ് ചെയ്യുക, ബ്രീത്ത് എടുത്തുകൊണ്ട് താഴോട്ട് പോവുക. കണ്ടില്ലേ, മാക്സിമം നിങ്ങൾക്ക് ചെസ്റ്റ് താഴെ ആ ബെഡിൽ കൊണ്ട് തട്ടുന്ന രീതിയിൽ നിങ്ങൾ താഴോട്ട് പോവുക. അപ്പ്, ബ്രീത്ത് ഔട്ട്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് 10-12 എണ്ണം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. അപ്പർ ബോഡി സ്ട്രെങ്തനിങ്ങിന് സഹായിക്കുന്ന നല്ലൊരു എക്സസൈസ്. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഡിപ്സ് ആണ്. അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഷോൾഡർ വിത്തിൽ കൈകൾ ഇതേ കണക്ക് വെക്കുക. കാല് മാക്സിമം നിങ്ങൾ മുമ്പിലോട്ട് കയറ്റി വെക്കുക ഇതേപോലെ. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാല് ഇത്രത്തോളം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചാലും മതി. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം പതുക്കെ താഴോട്ട് പോവുക. കണ്ടില്ലേ, ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിൽ വന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതേ കണക്ക് നിങ്ങൾക്ക് 12 എണ്ണം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടെ ചെയ്ത് എക്സ്പീരിയൻസ് ആയി കൈകൾക്കൊക്കെ നല്ല പവറൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കാല് അല്പം കൂടെ മുമ്പോട്ട് ഇതണക്ക് കയറ്റി വെക്കുക. ഓക്കെ, ഇതണക്ക് കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ താഴോട്ട് വരാം. അപ്പോൾ ഈ എക്സസൈസിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെസ്റ്റ് മസിൽ, അതിനൊക്കെ തന്നെ ഷോൾഡർ മസിൽ, നിങ്ങളുടെ കൈകളുടെ മസിൽസ് ഒക്കെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആയിട്ടിരിക്കാൻ സഹായിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം മസിൽ ലോസ് തടയുന്ന എക്സസൈസുകളാണ്. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും 50 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ മസിൽ ലോസ് ഉണ്ടായി തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് പറ്റുന്നതായിരിക്കും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ടൻ ക്ലൈമ്പിംഗ് ആണ്. മൗണ്ടൻ ക്ലൈമ്പിംഗ് നമ്മൾ കൈ മുകളിൽ വെച്ച് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് കൈകൾ ഇത് കണക്ക് വെക്കുക. നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് വരിക. നമ്മൾ ആദ്യം പുഷപ്പ് ചെയ്ത ആ ഒരു പൊസിഷൻ. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഇങ്ങനെ ഉയർത്തുക. ഓക്കെ, ഇത്രത്തോളം ഉയർത്തുക. സാവധാനം 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോർ ആപ്സിന്റെ മസിൽസിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സസൈസ് ആണ്. നല്ലൊരു വ്യായാമമാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു കാലിൽ ഒരു 15 എണ്ണം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കാലിലാണ് 15 എണ്ണം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത്. നമുക്ക് എൽബോ പ്ലാങ്ക് ചെയ്യാം. എൽബോ പ്ലാങ്ക് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ കൈ താണ്ട ഇതേ കണക്ക് മടക്കി നിങ്ങളുടെ ബെഡിനകത്ത് വെക്കുക. ഓക്കെ, ഇതേ കണക്ക് മടക്കുക. മടക്കി ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങളുടെ ബോഡി ദാണ്ട് ഈ ഒരു ലെവലിൽ കൊണ്ടുവന്ന് ചെസ്റ്റ് അപ്പ് ചെയ്യുക. ഇതേ കണക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക.
നിങ്ങളെ കൊണ്ട് മാക്സിമം എത്ര സമയം പറ്റുന്നു നിങ്ങൾ അത്ര സമയത്തോളം ഹോൾഡ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ കോർ മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുന്ന, എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു നല്ല എക്സസൈസ് ആണ്. നിങ്ങളുടെ ബോഡി പോസ്ചറൊക്കെ കൃത്യമാക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് കൂടിയാണ് പ്ലാങ്ക്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നത്. പ്ലാങ്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫ്ലോറിലൊക്കെ ചെയ്യുന്ന എക്സസൈസുകളാണ്. അപ്പം നിങ്ങൾക്കിത് വീട്ടിൽ ഇതേക്കുള്ള സിമ്പിളായിട്ടുള്ള എക്സസൈസ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. ഇതേപോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അപ്പം ഈ 5 എക്സസൈസുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോ കാണുന്നത്.